എല്ലാവർക്കും നമസ്കാരം. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലേക്ക് നിരാശ കടന്നു വരുന്നത് എപ്പോഴും ചിലതൊന്നും നടക്കത്തില്ല, ചിലതൊന്നും സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആ അനുഗ്രഹം എനിക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. അല്ലെങ്കിൽ ചില വിഷയങ്ങളുടെ മുഖത്ത് നമ്മളായിരിക്കുമ്പോൾ അയ്യോ അതിനകത്തൊന്നും ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു റിസൾട്ട് ലഭിക്കുവാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ ജയിക്കുവാൻ പോകുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളിലേക്ക് നിരാശ അങ്ങ് കടന്നു വരും. അപ്പോൾ ഈ നിരാശ കടന്നു വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും ഭയത്തിന് അടിമപ്പെട്ടു പോകും, അല്ലേ? എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഈ ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ഈ ശത്രുവിൻ്റെ തന്ത്രത്തെ ജയിച്ച് നമ്മളെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും നമ്മളോട് പറയുന്നത് എന്താണ്? ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് ദൈവം നമ്മളോട് വചനത്തിലുടനീളം പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭയം വന്നു കഴിയുമ്പോൾ ശത്രു നമ്മളെ കീഴ്പ്പെടുത്തുവാനുള്ള ഒരു ആയുധമായിട്ട് അത് മാറും. അതുകൊണ്ട് നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ശത്രു നമ്മളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഈ ഭയത്തെ മാറ്റി നമ്മളെ ജയിപ്പിക്കുന്ന ഒരു ദൈവം നമ്മളുടെ കൂടത്തിലുണ്ട് എന്ന് നമ്മൾക്ക് ഉറപ്പ് തരുന്ന ഒരു വചനമാണ് എന്ത്? ഈ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് ദൈവം നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭയവും നിരാശയും ഒക്കെ നമ്മളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത് എപ്പോഴാണ്? നമ്മളുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലതൊന്നും നടക്കത്തില്ല, ഞാൻ ഇതിനകത്ത് പരാജയപ്പെട്ടു പോകും, ഞാൻ ഇതിനകത്ത് ജയിക്കത്തില്ല എന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിലോട്ട് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? നമ്മൾക്ക് നിരാശയും ഭയവും ഒക്കെ നമ്മളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുവാനായിട്ടിടയാകും. അപ്പോൾ ഓർക്കുക, ഇതിൻ്റെ എല്ലാം നടുവിൽ എന്താണ്? ദൈവത്തിന് നമ്മളോട് ഉള്ളതൊരൊറ്റ കാര്യമാണ്: ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിന് സകല കാര്യങ്ങളും സാധ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എന്ന് ദൈവം നമ്മൾക്ക് ഉറപ്പ് തരികയാണല്ലേ. അത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അനുഭവിച്ചതല്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കണ്ടത് എത്രയോ അസാധ്യമായ കാര്യങ്ങൾ, ഡോക്ടേഴ്സ് കൈവിട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ജയിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു തരുവാൻ പറ്റാത്ത കാര്യങ്ങളിലൊക്കെ എന്താണ്? ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച എത്രയോ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമ്മളുടെ ചുറ്റുവട്ടത്ത് നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിക്കണം? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾക്ക് എന്തിൻ്റെ ആവശ്യം വേണ്ട? നമ്മൾക്ക് ഭയത്തിൻ്റെ ആവശ്യം വേണ്ട, നിരാശയുടെ ആവശ്യം വേണ്ട. നമ്മൾ ആരെ വിശ്വസിച്ചാൽ മതി? നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. ആ ദൈവം ആരാണ്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്, അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോഴും അവിടെ തന്നെ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ്? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്തും ഇത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്: യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? എന്ന് വെച്ചാൽ നമ്മളുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് സകല കാര്യവും കഴിയും, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. കാരണം ഇത് ചുമ്മാ വിശ്വസിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വചനത്തിനകത്തും ഉടനീളം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അസാധ്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റും അതിനെ സാധ്യമാക്കിയ ഒരു ദൈവത്തെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും, അല്ലേ? എന്തിനേറെ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് തന്നെ അസാധ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അവിടെ എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അതിനെല്ലാം സാധ്യമാക്കിയ ഒരു ദൈവത്തെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു, അല്ലേ? ഒരൊറ്റ വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയ ദൈവത്തെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നതല്ലേ. അതിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ്? ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ ചെങ്കടലിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുക. അവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, അവരുടെ മുൻപിൽ വഴിയില്ല. പുറകെ ആര് വരുന്നു? ഫറവോന്യ സൈന്യം വരുന്നു. രണ്ട് സൈഡിലും വലിയ മലനിരകളാണ്, അങ്ങോട്ടേക്ക് അവർക്ക് ഓടിക്കേറുവാൻ പറ്റത്തില്ല. മുൻപിൽ ചെങ്കടല. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിൽക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി അവിടെ വെളിപ്പെട്ടതല്ലേ. എന്താ സംഭവിച്ചത് നമ്മൾക്കറിയാം. ചെങ്കടലിനെ രണ്ടായി പിളർന്ന് ഇസ്രായേൽ മക്കളെ അക്കരെ കടത്തിയ ഒരു ദൈവം. അവർ രണ്ടായി പിളർന്നു എന്ന് മാത്രമാണോ? ആ വെള്ളത്തെ മതിൽ പോലെ നിർത്തിയല്ലേ. എന്നിട്ട് എന്താണ്? അവിടെയുള്ള ആ നിലം എന്താക്കി തീർത്തു? അത് ഉണങ്ങിയ നിലമാക്കി അവരെ എന്താ പറയുക, സുരക്ഷിതമായിട്ട്
അക്കരെ കടത്തിയ ഒരു ദൈവം. അപ്പോൾ ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ അതുകൊണ്ട് അവർ അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യത്തോടെ അവരെ തപ്പെടുത്ത് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ചു മിരിയാമിന്റെ നേതൃത്വത്തിൽ. എന്തുകൊണ്ടാണ് മിരിയാമെ നൃത്തം ചെയ്ത് ആരാധിച്ചതെന്ന് ചോദിച്ചാൽ മിരിയാം പറയും, ഞങ്ങൾ കരുതി ഇത് ദൈവത്തിന് സാധ്യമല്ല എന്ന് ഞങ്ങൾ കരുതിയെടുത്ത്, ഞങ്ങൾക്ക് അസാധ്യമെന്ന് ഞങ്ങൾ വിചാരിച്ചെടുത്ത് ദൈവം അതിനെ സാധ്യമാക്കി തന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് മിരിയാം പറയുവാനായിട്ടിടയാകും. ഇനി അതുപോലെ തന്നെ നമ്മളുടെ എന്തിനേറെ പറയുന്നു, ഉൽപ്പത്തി പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ യോഹന്നാനോട് ചോദിച്ചാൽ പറയും, യോഹന്നാനെ, നീ ഇവിടെ നിന്ന് ഈ പത്മോസിന്റെ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നീ വിചാരിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെയും യോഹന്നാന് പറയാനുള്ളത് എന്താണ്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിച്ചത്, ആ ഒരു ദൈവത്തെ അവിടെ കണ്ടത് അല്ലെ. ആ പത്മോസിന്റെ ദ്വീപിൽ യോഹന്നാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല. കർത്തൃ ദിവസത്തിൽ അവിടെ ആരാധനയ്ക്ക് വേണ്ടി മുട്ടുമടക്കിയപ്പോൾ യോഹന്നാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ദൈവമഹത്വത്തോടെ ദൈവം തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമെന്ന് യോഹന്നാൻ പോലും കരുതിയിട്ടുണ്ടാകും. എന്നാൽ അവിടെ ഇറങ്ങി വന്ന ദൈവം, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുത്ത ദൈവം, തൻ്റെ ശബ്ദം കേൾപ്പിച്ച ദൈവം, എന്താ പറയുക, ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളെ അറിയിപ്പിച്ച ദൈവം, സ്വർഗത്തിൻ്റെ മഹോന്നതി വെളിപ്പെടുത്തിയ ദൈവം, അങ്ങനെ ഒരു ദൈവത്തെ കണ്ട യോഹന്നാൻ ആ വെളിപ്പാട് പുസ്തകം എഴുതിയത്. അതുകൊണ്ട് ഓർക്കുക, ഈ നമ്മളുടെ വചനത്തിൻ്റെ അകത്തോട്ട് വന്നു കഴിയുമ്പോൾ എല്ലാം എന്താണ്? അനുഭവങ്ങളുടെ വലിയ പെരുമഴകളാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് പെറുക്കി എഴുതി വെച്ചിരിക്കുന്നതല്ല. അത് മുഴുവൻ ജീവനുള്ള ഒരു ദൈവത്തിൻ്റെ ജീവനുള്ള പ്രവർത്തികളെയാണ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഓർക്കുക, നമ്മൾ ചുമ്മാ ആരെങ്കിലും പറഞ്ഞു കേട്ട ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ അനുഭവിച്ച ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവം ജീവനുള്ള ദൈവമാണ്. ഏതത അസാധ്യ കാര്യങ്ങളും ലോകം പറയും, മനുഷ്യൻ പറയും, നിയമം പറയും, ആരും പറയും, ഇതെല്ലാം എന്താണ്? അസാധ്യമാണ് എന്ന് ലോകം പറയുന്നിടത്ത് അല്ലല്ലല്ല, അതിനെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മളോട് വിളിച്ചറിയിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. അതുകൊണ്ട് ആ ദൈവത്തെ എന്താണ്? മുറുകെ പിടിച്ച് നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ചിലതൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, നമ്മളുടെ നാവ് കൊണ്ട് ഏറ്റുപറയണം. നമ്മളുടെ ചില വിഷയങ്ങളുണ്ടല്ലോ, സാധ്യമല്ല എന്ന് മറ്റുള്ളവർ പറയുക, നമ്മൾ തന്നെ വിധി എഴുതിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അതിനെ നോക്കി നമ്മൾ തന്നെ പ്രവചിക്കണം. ഇത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അത് നമ്മളുടെ കരത്തിൽ കിട്ടുന്നതിന് മുൻപേ തന്നെ നമ്മൾ ചിലതൊക്കെ നന്ദി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ, ചിലതൊക്കെ സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ ആ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം നിറവേറ്റിത്തരുന്നതിൻ്റെ വലിയ അത്ഭുതം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളുടെ ദൈവം ആരാണ്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞും ഇന്നു മുതൽ നമ്മളുടെ പ്രാർത്ഥനയിൽ ഒരു ചെറിയ ചേഞ്ചസ് വരുത്തുക. ദൈവമേ, അവിടുന്ന് എല്ലാവരും അസാധ്യമെന്ന് പറഞ്ഞു ഈ കാര്യമുണ്ടല്ലോ, ഇതെൻ്റെ ദൈവം എനിക്ക് സാധിപ്പിച്ച് തരുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങിക്കോ. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ദൈവം നമ്മളെ കൊണ്ട് ആക്ഷരികമായി തന്നെ നന്ദി പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ മുൻപിൽ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. മറക്കണ്ട, നമ്മളുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. യഹോവയ്ക്ക് സകല കാര്യങ്ങളും സാധ്യമാണ്. അവിടുന്ന് സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അവിടുന്ന് സകലതും നമ്മൾക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. ദൈവത്തെ തടയാനോ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് ഭംഗം വരുത്തുവാനോ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കോ ഒരു വ്യക്തികൾക്കോ ശക്തികൾക്കോ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക, നമ്മളുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.